കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ മഴക്കാലമായ കാരണം എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതേ മഴക്കാലം തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഈ ഫ്ലാസ്കിൻ്റെ ഉപയോഗമൊക്കെ വളരെയധികം കൂടുതലാണ് കേട്ടോ. പക്ഷേ ഇത് നമ്മളൊരു ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രത്യേക ഒരു വൃത്തികെട്ട നാറ്റാണ് കേട്ടോ വരിക. കാരണം നമ്മൾ വൈകുന്നേരമൊക്കെ ഒന്ന് ജസ്റ്റ് കഴുകി വാഷ് ചെയ്ത് വെച്ചാലും പിറ്റേ ദിവസം തുറക്കുമ്പോൾ ഒരു പ്രത്യേക മണം, അതായത് ഭയങ്കര നമ്മൾ കഴുകാത്തതിൻ്റെ ഒക്കെ ഒരു കുറച്ച് ദിവസം അങ്ങനെ അടച്ച് വെച്ചാലും ഇങ്ങനെ ഒരു മണം ഉണ്ടാവും. അത് തന്നെയാണ് നമ്മുടെ വീട്ടിലെ കുറേ സ്റ്റീൽ പാത്രങ്ങളൊക്കെ നമ്മൾ കുറച്ച് ദിവസം ഉപയോഗിക്കാതെ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ തുറക്കുമ്പോൾ നന്നായിട്ട് നമ്മളിത് കഴുകി തുടച്ചിട്ടൊക്കെ വെക്കുക, എന്നാലും ഒരു പ്രത്യേക മണം ഉണ്ടാവും. അപ്പോൾ ഈ മണം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളൊരു ഫ്ലാസ്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് തുടച്ച് നല്ല ഉള്ളിലത്തെ വെള്ളമൊക്കെ നമ്മളിത് എടുത്ത് വെക്കുമ്പോൾ കളയണം കേട്ടോ. കളഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തായാലും ഒരു ഫൗൾ സ്മെല്ല് തന്നെയാണ് വരാറ്. അപ്പം നമുക്കൊരു അടിപൊളി ടിപ്പ് ചെയ്യാം കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ വീട്ടിലുള്ള സാധനം മാത്രം മതി കേട്ടോ. ഇതേപോലത്തെ ഒരു ന്യൂസ് പേപ്പർ എടുക്കുക. ന്യൂസ് പേപ്പറിൽ പൊടിയും കാര്യങ്ങളൊന്നും പാടില്ല കേട്ടോ. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ഫ്ലാസ്കിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഈ ന്യൂസ് പേപ്പർ ഒന്ന് ഫുള്ളായി ഇറക്കി വയ്ക്കുക. അപ്പോൾ ഒരു ന്യൂസ് പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു നല്ല കട്ടിയുള്ള ഒരു 2 ഷീറ്റൊക്കെ വേണ്ടി വരും. അങ്ങനെ എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കി വയ്ക്കുകയാണ്. വേറെ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ ന്യൂസ് പേപ്പർ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കുകയാണ്. പഴയ പേപ്പറുകളൊക്കെ ആണെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്താൽ മതി കേട്ടോ. കണ്ട, ഇതിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് ഈ ഫ്ലാസ്കിൻ്റെ ഉള്ളിൽ കൊള്ളാൻ പാകത്തിന് ഫുള്ളായി ന്യൂസ് പേപ്പറുകൾ ഇങ്ങനെ റോൾ ചെയ്തിട്ട് നിറയ്ക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടൊന്ന് അടച്ചു കൊടുക്കുകയാണ് കേട്ടോ. അടച്ച് നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഇങ്ങനെ എടുത്ത് വെച്ചാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ആ ന്യൂസ് പേപ്പറൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ച് കഴുകി ആണെങ്കിൽ ഒരു സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ. അതേപോലെ തന്നെയാണ് ഇതുപോലത്തെ നമ്മുടെ പാത്രങ്ങളില്ലേ, നമ്മളിതുപോലത്തെ ചൂടാറ പാത്രങ്ങളുണ്ടല്ലേ, ഈ പാത്രവും അങ്ങനെ തന്നെയാണ്. നമ്മൾ കഴുകി നന്നായി തുടച്ചതിന് ശേഷം കുറച്ച് ദിവസം ഉപയോഗിക്കാണ്ടൊക്കെ നമ്മൾ എടുത്ത് വെക്കില്ലേ, അങ്ങനെ പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മളിതുപോലെ ഉപയോഗിക്കാണ്ട് വെക്കുകയാണെങ്കിൽ തന്നെ നമ്മളിതുപോലെ കഴുകിയിട്ട് വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ കുറച്ച് ന്യൂസ് പേപ്പർ ഉള്ളിൽ കിടത്തിയിട്ട് നമുക്കിതേ അടച്ച് വെക്കുക കേട്ടോ. ചിലപ്പോൾ ഇത് എപ്പോഴും ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ വല്ല ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ വരികയാണെങ്കിൽ ഇതേപോലെ അടച്ച് നിങ്ങൾ സൂക്ഷിച്ച് വെച്ചാൽ മതി. പേപ്പർ നനയാനൊന്നും പാടില്ല. അതായത് നമ്മുടെ ഈ ഇതിൻ്റെ ഉള്ളിൽ പോട്ടിൻ്റെ ഉള്ളിൽ വെള്ളമൊന്നും പാടില്ല കേട്ടോ. ഇങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ തുറക്കുമ്പോൾ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു ടിപ്പ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൽ വെള്ളത്തിൻ്റെ ഒരു നനവൊന്നും പാടില്ല കേട്ടോ. നമ്മളിത് നന്നായി തുടച്ചിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ ന്യൂസ് പേപ്പർ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ എന്തായാലും മണം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒട്ടും വെള്ളമില്ലാണ്ട് നമ്മൾ ഉണങ്ങിയ തുണി വെച്ചിട്ട് ഈ പാത്രത്തിൻ്റെ ഉള്ളൊക്കെ നന്നായി തുടച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ ടിപ്പ് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ പിന്നെ അടുത്തൊരു ടിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മഴക്കാലം തുടങ്ങിയ വീട്ടിലൊരു ചെറിയൊരു പ്രത്യേക ഒരു നാറ്റാണ് കേട്ടോ. ഉള്ളിലൊക്കെ ഇങ്ങനെ ഈറനെടുത്തിട്ടുള്ളത്. അപ്പോൾ അതില്ലാണ്ടിരിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഞാൻ അതിൻ്റെ തോടൊന്നും കളഞ്ഞിട്ടില്ല. ഞാനൊരു 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ. അത് നന്നായിട്ടൊന്ന് ചതച്ച് കൊടുക്കാം കേട്ടോ. തോല് കളയണ്ട, നന്നായി ചതച്ച് കൊടുക്കാം. ഈ ടിപ്പ് നമുക്ക് കൊതുവിന് പോകാനും പല്ലീനെ തുരത്താനൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഞാൻ 2 അല്ലി എടുത്തിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർ, നമ്മുടെ ഈ തക്കോലം എന്ന് പറഞ്ഞിട്ടുള്ള സാധനമില്ലേ, മറ്റേ സുഗന്ധവ്യഞ്ജനാണ് കേട്ടോ അത്. അപ്പോൾ തക്കോലം ഞാൻ അതൊരെണ്ണം എടുത്തിട്ടുണ്ട്. അതും നമുക്ക് നന്നായിട്ട് പൊടിയായി കിട്ടണം. അപ്പോൾ ഈ വെളുത്തുള്ളി ചതച്ചേലേക്ക് തന്നെ ഞാൻ ഈ തക്കോലം ഇട്ടിട്ട് നന്നായി തന്നെ ചതച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇടികല്ലിട്ടിട്ട് ചതച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഈ ചതച്ച സാധനങ്ങൾ നമുക്ക് ഇന്നൊരു സ്പൂണിലേക്ക് എടുക്കാം കേട്ടോ, മാറ്റിയെടുക്കാൻ. കണ്ട, നന്നായിട്ട് പൊടിയായിട്ടില്ല, ചതച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു ചെരാതിലേക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, എടുത്ത് വയ്ക്കുന്നുണ്ട്. നല്ലൊരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ ഈ തക്കോലം എന്ന് പറഞ്ഞിട്ടുള്ള സാധനവും വെളുത്തുള്ളിയും കൂടുമ്പോൾ ഒരു നല്ല സ്മെല്ലാണ് കേട്ടോ വരുന്നത്. അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒരു തിരി ഇട്ടിട്ട് ഞാനിത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്, ഓയിലല്ല നമ്മുടെ വെളിച്ചെണ്ണയും മെയിനായിട്ട് നിങ്ങൾക്ക് വേപ്പെണ്ണ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാവും. അപ്പോൾ നമ്മുടെ അകത്തൊക്കെ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചീത്ത സ്മെല്ലൊക്കെ ഉള്ളത് പൊക്കോളൂ കേട്ടോ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാനൊരു തിരി ഇട്ട് കൊടുത്തിട്ട് നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് നമുക്ക് എന്തെങ്കിലും ടൂത്ത് പിക്ക് അങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഈ തിരി ഒന്ന് താഴത്തേക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ തിരിയിൽ
തട്ടുമ്പോൾ തന്നെ ഒരു നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരിക. അത് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്ത് നമ്മൾ സന്ധ്യ നേരത്തൊക്കെ കത്തിച്ച് വയ്ക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കൊതുകുണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യും കേട്ടോ. ഇതിൻ്റെ മണം ഒരു പ്രത്യേക മണമാണ്. അകത്ത് നല്ലൊരു മണമായിരിക്കും, പക്ഷേ കൊതുക്കൾക്കും അതിനൊന്നും പറ്റില്ല. അപ്പോൾ പല്ലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളിത് മെയിനായിട്ട് അടുക്കളയിലാണ് കേട്ടോ കത്തിച്ച് വെക്കുക. അപ്പോൾ അത് നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. കത്തിച്ചിട്ട് നോക്കി നോക്കാം. നമുക്ക് കത്തിച്ചിട്ട് നമുക്ക് ഈ ചെറിയ ചെറിയ ഈച്ചകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചത്തുപോകട്ടോ. പക്ഷേ നല്ലൊരു മണമാണ് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.